ഹലോ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളെ ബ്ലാക്ക് ഡയമണ്ടിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന്. വീഡിയോ ചെയ്യാത്തതൊന്നല്ല, ഇത്രയും വലിയ മരമായി അതിന് പേരൊക്കെ കിട്ടലില്ല, അതാണ് ചെയ്യാത്തത്. ഒന്നിരിക്കലും ഉണ്ടാവും, നമ്മൾ പൊട്ടിക്കാൻ മറന്നു പോവും, ശ്രദ്ധിച്ചു. പക്ഷെ ഉണ്ടായാൽ തന്നെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ 1 2 3 4 5 6 ഇതൊക്കെ കവർ ഇടാത്ത ഒരു 5-8 പേരക്കകളാണ് ഇപ്പോൾ ഇതിമ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈ ആകുമ്പോൾ തന്നെ ഇങ്ങനെ ചില കായ്കളുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കായപിടുത്തം കുറവുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാത്തത്. ഞാൻ വലിയൊരു പ്രോത്സാഹനം കൊടുക്കാത്തൊരു സാധനമാണ്. ജപ്പാൻ പേര കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നിങ്ങൾ അതിൻ്റെ റിവ്യൂ ചെയ്യാത്തതെന്നുള്ളത്. റിവ്യൂ ചെയ്യാതിരിക്കാനുള്ള കാരണം കയ്യിൽ കിട്ടാത്ത കാരണം തന്നെയാണ്. ഒക്കെ അത് ഒന്നിരിക്കല കേടൊന്നു പോവും, ശ്രദ്ധ പോവില്ല, അങ്ങനെ പൊട്ടിക്കാൻ മറന്നു പോവും. അപ്പോൾ ഇതാണ്. കുറച്ചും കൂടെ കഴിയണമെന്ന് ഒന്നായിട്ടില്ല. ആണ് ബ്ലാക്ക് ഡയമണ്ട് പേരൊക്കെയാണ്. അപ്പോൾ നടുവിൽ ജപ്പാൻ സാധാ വൈറ്റ് ഇന്ത്യൻ്റെ പോലെ നടുവിൽ ഒരു 4-5 സീഡ് ഉണ്ട്. നല്ല ക്രിസ്പിയാണ്. ടേസ്റ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റേതുപോലെ തന്നെ നമ്മളെ ജപ്പാൻ റെഡ് പേരൊക്കെ കഴിക്കുന്ന ക്രിംസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആ സാധനം കഴിക്കുന്നത് അതേപോലെ തന്നെ. ഇതിൻ്റെ ഒരു കളറ് ബ്ലാക്ക് കളറിലേക്ക് വരും. ലീഫും നല്ല ഭംഗിയാണ്. പക്ഷേ കായപിടുത്തം വളരെ കുറവാണ്. ഒരു സീസണിൽ ഒരു 10-15 പേരൊക്കെ കിട്ടിയെങ്കിൽ കിട്ടി. പക്ഷേ വെറൈറ്റിക്ക് വേണ്ടി വെക്കണവർക്ക് വെക്കാം. 3000-2000 റുപ്യൊക്കെ ചെറിയ തൈക്കായിരുന്നു. പിന്നീട് വില കുറഞ്ഞു, 1000, 800, 1000 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു സംഗതി ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ. എങ്ങനെയുണ്ട്? നല്ല മരമുണ്ട്. എന്തെങ്കിലും പ്രത്യേക രുചിയുണ്ടോ? ഫ്ലേവർ സാധാരണ പരക്കുന്ന ഫ്ലേവർ അല്ല, ഫ്ലേവറാണ്. എൻ്റെ സ്ഥലം എവിടെ? എൻ്റെ ഗുരുവായൂർ. ഓക്കെ. വാങ്ങണം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അത് മദർ പ്ലാന്റല്ലോ വാങ്ങാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു പേരൊക്കെയാണ്, കളർഫുള്ളാണ്, നല്ല കഴിക്കാനൊക്കെ രസമാണ്, മോശമില്ല. കായപിടുത്തം കുറവുണ്ട് എന്നുള്ളൊരു കംപ്ലൈൻറ്റേ ഉള്ളൂ. ഓക്കെ, ബായ്. ഇത് റസാഖ് തിരൂർ.